സത്യമതത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന പല ആളുകളുടെയും ജീവചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ജീവൻ സംരക്ഷിക്കാനും അവരുടെ ദീൻ നിലനിർത്താനും വേണ്ടിയിട്ട് അവരുടെ നാടുകളിൽ നിന്നും പലായനം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ജനിച്ച ഇറാഖിൽ നിന്നും അങ്ങകലെ ഫലസ്തീനിലേക്ക് അവിടുന്ന് പോകേണ്ടി വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനം നടത്തിയതിൻ്റെ പേരിലാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ജനിച്ച മിസ്റിൽ നിന്നും അങ്ങകല മദീനിലേക്ക് പോകേണ്ടി വന്നത് പരിശുദ്ധമായ കലിമത്തു തൗഹീദിൻ്റെ വക്താവായി മുസ്ലിമായി രംഗത്ത് വന്നതിൻ്റെ പേരിലാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ഏറെ പ്രിയപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മണ്ണ് മക്ക മണ്ണിൽ നിന്നും അവിടുന്ന് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് എന്ന ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ പേരിലാണ്. ഈ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ, സത്യമതത്തിൽ അടിയുറച്ചു നിന്നതിൻ്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ കഥകൾ പറയുകയാണ് എങ്കിൽ ചരിത്രത്താളുകളിൽ എമ്പാടും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അവസരം ലഭിക്കാതെ വരുന്ന ആളുകളോട് വിശുദ്ധമായ ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖുൽ യാ ഇബാദില്ലദീന ആമനു തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന. എൻ്റെ അടിമകളെ, അള്ളാഹു എത്ര സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടാണ് സ്വന്തം അടിമകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വല്ലാത്ത ഹസനത്തുകൾ, വല്ലാത്ത പ്രതിഫലം അള്ളാഹു വെച്ചിട്ടുണ്ട്. വ അർദുല്ലാഹി വാസിഅ. നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടാലും ശരി, അള്ളാഹുവിൻ്റെ നാട് വിശാലമാണ്, ഈ ഭൂമി വിശാലമാണ്. നിങ്ങൾക്ക് ഈ ദീനനുസരിച്ച് എവിടെയാണോ നിലകൊള്ളാൻ കഴിയുന്നത് അവിടേക്ക് നിങ്ങൾക്ക് പോകാനും നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ വിശാലമായ ഭൂമിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. എന്നാൽ നിങ്ങൾ അനുധാവനം ചെയ്യുന്ന ഈ ദീനനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കഷ്ടതകൾ, പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിങ്ങളത് ക്ഷമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം അള്ളാഹു വെച്ചിട്ടുണ്ട് എന്ന് അടിമകളെ വിളിച്ചുകൊണ്ട് സൃഷ്ടാവായ റബ്ബ് ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ കഴിയും. ഹബീബായ നബി തങ്ങൾ പരിശുദ്ധമായ ദീനുമായി കടന്നു വന്നു. മക്കയിലെ മുശ്രിക്കീങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുത്തി സ്വഹാബത്തിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആക്രമിക്കുകയും അവസാന ഘട്ടം മക്കയിൽ ഇനി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, ഹിജറ പോകണം ഹബിഷയിലേക്ക്. ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ഹബിഷയിലേക്ക് യാത്ര പോയത് മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 11 പുരുഷന്മാരും 14 സ്ത്രീകളുമാണ്. രണ്ടാമത്തെ തവണ 83ഓളം വരുന്ന പുരുഷന്മാരും 19ഓളം വരുന്ന സ്ത്രീകളും വീണ്ടും ഹബിഷയിലേക്ക് യാത്ര പോയി, ഹിജറ പോയി. സ്വന്തം നാട്ടിൽ അവർ ജനിച്ചു വളർന്ന മണ്ണിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് അവരെ പറിച്ചു നടുകയാണ്. എന്തിൻ്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് നെഞ്ചേറ്റിയതിൻ്റെ പേരിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സന്തത സഹചാരിയാകുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളും മദീനയിലേക്ക് യാത്ര പോവുകയാണ്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. മദീനക്കാരായ അൻസാരികൾ ഈ സ്വഹാബത്തിനെ സ്വീകരിക്കാൻ, ഹബീബായ നബി തങ്ങളെ സ്വീകരിക്കാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. അവർ സ്വീകരിച്ചു. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് ഹിജറ ചെയ്തു വന്ന, അവരിലേക്ക് പലായനം ചെയ്തു വന്ന ആ സ്വഹാബത്തിനെ സ്നേഹത്തോടുകൂടി അവർ കൂട്ടിയണയ്ക്കുകയുണ്ടായി, ചേർക്കുകയുണ്ടായി. എന്നാൽ ഇന്നും ഹിജറ നടക്കുന്നുണ്ട്, ഇന്നും പലായനം നടക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ ദീനിൻ്റെ വക്താവായതിൻ്റെ പേരിൽ നാടുകളിൽ നിന്നും മാട്ടിയോടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ സമൂഹങ്ങളെ, ജനതയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം അഭയാർത്ഥികളെ കാണുകയാണ്, പലായനം ചെയ്യുന്നവരെ കാണുകയാണ്. പക്ഷേ അവരെ സ്വീകരിക്കാൻ അൻസാരിങ്ങളായ സ്വഹാബത്തിനെ പോലെ മനസാക്ഷിയുള്ള ഒരു വിഭാഗത്തെ കാണാനില്ല. മദീന പോലൊരു പട്ടണം അവർക്ക് മുമ്പിലില്ല. അവർക്ക് മുമ്പിലുള്ളത് അടയ്ക്കപ്പെട്ട റോഡുകൾ മാത്രമാണ്, കമ്പിവേലി കെട്ടിയ മരുഭൂമികൾ മാത്രമാണ്, അടയ്ക്കപ്പെട്ട വാതിലുകളാണ്, ഭീകരന്മാരുടെ തോക്കിലൂടെയുള്ള തീജ്വാലകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തതൊന്നും അവരുടെ മുമ്പിലില്ല. എവിടേക്ക് പോകണമെന്നറിയാതെ, എവിടേക്കാണ് ഇനി ഒരു അഭയമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന എത്രയോ ജനങ്ങളെ, സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഫലസ്തീനിലെ കവി മഹ്മൂദ് പർവേഷ് പാടിയതുപോലെ, നാട് കടത്തിയാലും ഞങ്ങളിവിടെ നിന്ന് പോകില്ല, വെടിയുണ്ടകൾക്ക് ഞങ്ങളുടെ വഴികളിൽ തുളകൾ വീഴ്ത്താൻ കഴിയില്ല, അവസാന അതിരും മുറിച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ആകാശത്തിനപ്പുറത്തേക്ക് പറവകൾ, പക്ഷികൾ എങ്ങോട്ട് പാറിപ്പറക്കാനാണ്? അവിടുത്തെ കവിതയിൽ ഇങ്ങനെ പാടുകയാണ്, ഈ ഫലസ്തീനിൻ്റെ ചുറ്റുഭാഗത്ത് നിന്നും, ഇതിൻ്റെ ബൗണ്ടറിയിൽ നിന്നും ഞങ്ങൾ കടന്നു പോവുകയില്ല.
ഇതിൻ്റെ അതിർവിട്ട്, ഇതിൻ്റെ അതിർത്തി വിട്ട് ഞങ്ങൾ പറന്നു പോവുകയില്ല. ഞങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ജനിച്ച ഈ മണ്ണിൽ തന്നെയാകണം ഞങ്ങളുടെ അന്ത്യം എന്നാഗ്രഹിച്ച് അവിടെ അടിയുറച്ച് ഈമാൻ അടിപതറാതെ നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴുള്ള ഈ പാലായനം 1948 നടന്ന നഖബയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫലസ്തീനിൻ്റെ മണ്ണ് കണ്ട ഏറ്റവും വലിയ കഠിനമായ അധിനിവേശത്തിൻ്റെ കഥ പറയാനുണ്ട് നഖബയ്ക്ക്. ബ്രിട്ടൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയിട്ട് 7.5 ലക്ഷത്തോളം വരുന്ന സാധുക്കളായ ഫലസ്തീനി മക്കളെ ആയുധബലത്തിൻ്റെ പേരിൽ ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 20ഓളം വരുന്ന പട്ടണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ 400ഓളം വരുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും അവരെ ആട്ടി ഓടിക്കപ്പെട്ടു. ഇന്ന് 10 ലക്ഷത്തോളം വരുന്ന സാധുക്കളായ ആളുകൾ പാലായനം ചെയ്യുകയാണ്. അവരെ കുടിയൊഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് തെരുവിലാണുള്ളത്. അവരുടെ മേൽക്കൂരയായിട്ടുള്ളത് ആകാശം മാത്രമാണ്. അവർക്ക് ദാഹജലത്തിനായി അവരുടെ തൊണ്ട നനയ്ക്കാനുള്ളത് കണ്ണീരാണ്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ, ഭക്ഷണത്തിന് വകയില്ലാതെ, എന്തിനേറെ പറയണം കഷ്ടപ്പെട്ട മരുന്നിന് പോലും വകയില്ലാതെ പട്ടിണി പാവങ്ങൾ കഷ്ടപ്പെടുന്നത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് സാന്ത്വനം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. എന്നാൽ ഇതെല്ലാം സഹിച്ചുകൊണ്ടും അവർ നിലകൊള്ളുന്നതിൻ്റെ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് അവരുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് സഹിച്ച ത്യാഗങ്ങളുടെ കഥകൾ അവരുടെ കൽബകങ്ങളിൽ ഉള്ളതുകൊണ്ടാണ്. അവിടുന്ന് മക്ക വിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ മുത്തുനബി തങ്ങളെ പിടിച്ചുകൊണ്ടുവരാൻ 100 ഒട്ടകങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വല്ലാത്തൊരു വിളംബരം നടത്തി. സുറാഖത്ത് ബിൻ മാലിക് അടക്കമുള്ള ആളുകൾ ഊരിപ്പിടിച്ച വാളുമായി ഹബീബായ നബി തങ്ങളെ ഇറങ്ങിയിട്ടുണ്ട്. കൊന്നോ അല്ലാതെയോ ജീവനോടെയോ ജീവനില്ലാതെയോ പിടിച്ചുകൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകങ്ങളെയാണ് ഇനാം പ്രഖ്യാപിച്ചത്. ചീറിപ്പാഞ്ഞടുത്ത സുറാഖത്ത് ബിൻ മാലിക്കിനെ കണ്ടുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിലപിച്ചപ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് സിദ്ദീഖെ കരയുന്നത്? നബി തങ്ങളോട് തിരിച്ചുള്ള മറുപടി, നബിയെ, എൻ്റെ ശരീരത്തെ പേടിച്ചതിന് വേണ്ടിയിട്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് ഹബീബായ നബിയെ തങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത്, കരയുന്നത് എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ക്ഫിനാഹു ബിമാ ശിക്ത. അള്ളാഹുവെ, ഈ സുറാഖത്ത് ബിൻ മാലിക്കിനെ കൊണ്ട് നീ എന്താണോ ഉദ്ദേശിച്ചത് അത് നീ നടപ്പിലാക്കണം. നീ മതിയായവനാണ്, നീ എന്താണോ ഉദ്ദേശിച്ചത് അത് നടപ്പിലാക്കണം. മുത്തുനബി തങ്ങളുടെ അരികിലേക്ക് ചീറിപ്പാഞ്ഞെടുത്ത സുറാഖിയുടെ കാലുകൾ, കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് പോയി. വിലപിച്ചുകൊണ്ട് കേണപേക്ഷിച്ചുകൊണ്ട് സുറാഖത്ത് ബിൻ മാലിക് പശ്ചാത്തപിച്ചു മടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ വമിൻതഖതഹു വതാജഹു. കിസ്റ ചക്രവർത്തിയുടെ കിരീടവും അധികാരവും വളകളും നിന്നിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച്, നിനക്കണിയിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് എന്താണ് നിനക്ക് തോന്നുന്നത്? അഭിപ്രായം എന്താണ്? സുറാഖത്ത് ബിൻ മാലിക് ചോദിച്ചു അത്ഭുതത്തോടുകൂടി. കിസ്റ ചക്രവർത്തിയുടെ അധികാരവും തീർച്ചയായിട്ടും പിൽക്കാലത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫയാകുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ കിസ്റയുടെ ഭരണം ഒന്നടങ്കം മുസ്ലിം സമുദായത്തിൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരികയും കിസ്റ ചക്രവർത്തി അന്നുപയോഗിച്ചിരുന്ന സർവ്വ അധികാരങ്ങളുടെയും ആ കിരീടം സുറാഖത്ത് ബിൻ മാലിക്കിലേക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയക്കുകയും ചെയ്തു. ചരിത്രം വിശാലമാണ്. പരിശുദ്ധമായ ഇസ്ലാം ഇന്ന് പ്രതിസന്ധികൾ നേരിട്ടാലും ശരി, അവസാന വിജയം കാത്തിരിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അവർക്ക് അന്തിമമായ വിജയം കാത്തിരിക്കുന്നുണ്ട് എന്ന് ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലൂടെ പഠിച്ചവരാണ് മുഅ്മിനീങ്ങൾ, അവരുടെ പിൻഗാമികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിൽ ഈമാൻ നിറച്ചു തരുമാറാകട്ടെ. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ യാത്ര പറയാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ.